അതായത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമാണ്. ഇതിനെക്കുറിച്ച് ഇനി അടുത്തൊരു ക്ലാസ് വരുന്നുണ്ട്. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. നമ്മുടെ ഉള്ളിൽ പ്രാണനുണ്ട്, ബുദ്ധിയുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഫ്യൂഷനാണ്. എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. പല പല ഘടകങ്ങളെല്ലാം കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. മരിക്കുന്നതിന് എന്താ സംഭവിക്കുന്നത്? ഈ ഫിഷൻ സംഭവിക്കുന്നത്. നമ്മളിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം പുറത്തെയാടും. വായു ഉണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജനിലോട്ട് പോയി ചേരും. നമ്മുടെ ഉള്ളിൽ ജലം മണ്ണിൽ അലിഞ്ഞ് അത് ജലമായി മാറും. നമ്മുടെ ശരീരത്തിലെ ചൂട് പ്രപഞ്ചത്തിലെ ചൂടുമായിട്ട് ചേരും. അങ്ങനെ എല്ലാം നമ്മുടെ ഉള്ളിലെ സ്പേസ്, അത് പ്രപഞ്ചത്തിലെ സ്പേസുമായിട്ട്, അതാണ് ആകാശം. നമ്മുടെ ഉള്ളിലെ സ്പേസിനാണ് ആകാശം എന്ന് പറയുന്നത്. അത് പുറത്തെ സ്പേസുമായിട്ട് ചേരുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ മരണത്തോടുകൂടി അത് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സ്പിരിച്വൽ ഫിഷൻ ആണ് പിന്നീട് സംഭവിക്കുന്നത്. ആദ്യം സ്പിരിച്വൽ ഫ്യൂഷൻ, ജനനം. മരണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഫിഷൻ. അത് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മള് ജനനം തുടങ്ങുന്നത് ദ്രാവകത്തിൽ നിന്ന്, പിന്നീട് നമ്മള് ഖരമായി മാറുന്നു. പിന്നീട് ഖരത്തിൽ നിന്ന് നേരെ നമ്മള് വാതകമായിട്ട് മാറുന്നു. ഖരം എങ്ങനെ വാതകമായി മാറുന്നു? അതിന് ഉദാഹരണം പറഞ്ഞാല് ഒരു സബ്ലിമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. സബ്ലിമേഷൻ, അത് അതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഖരാവസ്ഥയിലിരിക്കുന്ന സാധനമാണ്. അത് കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വെള്ളം ആവത്തില്ല. അത് ഡയറക്റ്റ്ലി അങ്ങ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അതുപോലെ പിന്നെ ഈ അയഡിൻ എന്ന് പറഞ്ഞ ഒരു അയഡിൻ എന്ന് പറഞ്ഞ ഒരു മൂലകമുണ്ട്. അയഡിൻ മൂലകമാണല്ലോ. അത് ഇതുപോലെ ഡയറക്റ്റ് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് സബ്ലിമേറ്ററി സബ്സ്റ്റൻസ് എന്നൊക്കെ പറയും, സബ്ലിമബിൾ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പം ഈ കർപ്പൂരം, അയഡിൻ പോലെയുള്ള സാധനങ്ങള് എന്ത് ചെയ്യും? ഖരാവസ്ഥയിൽ നേരെ അവര് വാതകാവസ്ഥയിലേക്ക് മാറും. പക്ഷെ നമ്മൾ അതിനെ, നമുക്ക് വീണ്ടും അതിനെ ഖരത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ പരീക്ഷണശാലയിൽ ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം ഈ കർപ്പൂരത്തിൽ നിന്നും അല്ലെങ്കിൽ കാംഫറിൽ നിന്നും പുറത്തുപോയ കണങ്ങള് അതിന്റെ മേളിൽ നമ്മളൊരു ഒരു ആവരണം എന്തെങ്കിലും വെച്ച് അതിനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഈ മേലോട്ട് വാതകാവസ്ഥയിൽ പോയ സാധനങ്ങൾ അതിനകത്ത് തന്നെ തണുത്തിട്ട് ഖരമായിട്ട് മാറുന്ന കാണാം. എന്ന് പറഞ്ഞത് തന്നെയാണ് ജീവനുള്ളവയെ. ജീവനുള്ള മരിക്കുമ്പോൾ നമ്മുടെ ജീവൻ, അതായത് നമ്മുടെ പ്രാണൻ, നമ്മുടെ ഉള്ളിലെ ഊർജം പുറത്തു പോകുന്നു. അത് നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. നമ്മളെ പോലെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഡിജിറ്റൽ രൂപമാണ് നമ്മുടെ പുറത്തു പോകുന്നത്. ഒരു ഡിജിറ്റൽ രൂപം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മള് വാതകാവസ്ഥയിൽ കടക്കുകയാണ്. അപ്പം ജീവനില്ലാത്ത ദ്രവ്യം തന്നെ 3 അവസ്ഥയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. അപ്പം ജീവനുള്ളവയ്ക്ക് മാറാൻ പറ്റില്ലേ? സയൻസിന് അവനവനെ വിട്ട് ബാക്കിയെല്ലാം അറിയാം. അതായത് മനുഷ്യൻ എന്താണെന്നുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രാണൻ എന്താണെന്നുള്ള സയൻസിന് ഒന്നും അറിയത്തില്ല. സയൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അങ്ങ് ചൊവ്വയിലും ചന്ദ്രനിലും എല്ലാം വരെ എത്തി. പക്ഷെ അവനവൻ എന്താണെന്ന് മാത്രം സയൻസിന് അറിയത്തില്ല. അതാണ് ആത്മീയശാസ്ത്രം നമ്മളെ പഠിക്കുന്നത്. നമ്മൾ എന്താണോ അതാണ് ആത്മീയശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ അമ്പലത്തില്, പള്ളിയില്, അവിടെ ഇരിക്കുന്ന ദൈവങ്ങളൊന്നും അല്ല യഥാർത്ഥ ദൈവങ്ങൾ. ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരും മറ്റു മൃഗങ്ങളും മറ്റു സസ്യങ്ങളും ഒക്കെ തന്നെയാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത്. ജീവൻ